ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. ജലസേചന വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന കട്ടപ്പനയാറിന്റെ നവീകരണ പ്രവർത്തികളുടെ നിർമ്മാണോദ്ഘാടനം നാളെ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടക്കും. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിക്കും. വാർത്ത കാണാം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കട്ടപ്പന നഗരസഭയിലെ കട്ടപ്പന വെസ്റ്റ്, പള്ളിക്കവല, 20 ഏക്കർ, അമ്പലക്കവല, മേട്ടുകുഴി, കടമാക്കുഴി, തൊവരയാർ, ITI ഡിവിഷനുകളിലൂടെ കാഞ്ചിയാർ പഞ്ചായത്തിലെ പുതുക്കാട്, അഞ്ചുരുളി എന്നീ വാർഡുകളിലൂടെയും കടന്നുപോകുന്ന കട്ടപ്പനയാറിന്റെ ഭാഗങ്ങളാണ് നവീകരിക്കുന്നത്. 39 കോടി രൂപയാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീമാൻ റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ജലവിഭവ വകുപ്പ് ഈ കട്ടപ്പനയാറിന്റെ നവീകരണത്തിനും അതേപോലെ തന്നെ അതിൻ്റെ കൂടുതൽ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും എല്ലാം വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. നാളെ വൈകുന്നേരം 5 മണിക്ക് ആ പരിപാടിയുടെ ഉദ്ഘാടനമാണ്. 7 കിലോമീറ്ററാണ് കട്ടപ്പന ആറ് ഉള്ളത്. ആ കടമാക്കുഴി മുതൽ ആരംഭിക്കും അഞ്ചുരുളി വരെ. ഇത്രയും ഭാഗത്തിന് വേണ്ടി 39 കോടി രൂപയുടെ പദ്ധതി ആവിഷ്കരിച്ച് അതിൻ്റെ ടെൻഡർ നടപടികളെല്ലാം പൂർത്തീകരിച്ച് നാളെ അതിൻ്റെ ഉദ്ഘാടനം കട്ടപ്പന നമ്മുടെ പോർസുങ്കല ആശ്രമത്തിൻ്റെ സമീപം കട്ടപ്പന ആറ്റിലും അതേപോലെ തന്നെ അതിൻ്റെ പൊതുപരിപാടി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഹാളിലും വെച്ച് നടക്കുകയാണ്. അപ്പോൾ നിർമ്മാണ ജോലികൾ അവിടെ ആരംഭിക്കുകയാണ് നാളെ മുതൽ. ഈ പ്രദേശത്തും പ്രത്യേകമായ ചെക്ക് ഡാം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുക്കുന്നുണ്ട്. 38,62,00,000 രൂപയുടെ പ്രവർത്തികൾക്കാണ് അംഗീകാരം നൽകിയിട്ടുള്ളത്. ആറിന്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കുക, വശങ്ങളിൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് സംരക്ഷിക്കുക, ചെക്ക് ഡാമുകൾ നിർമ്മിച്ച് വെള്ളപ്പൊക്ക നിയന്ത്രണം നടപ്പിലാക്കുക, കൃഷിയിടങ്ങളിലേക്ക് ആവശ്യമായ ജലം ഉറപ്പാക്കുക തുടങ്ങിയവ ഈ പദ്ധതിയുടെ ഭാഗമാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ കേരളത്തിലെ ഭൂവിഷയം പരിഹരിക്കുക എന്നുള്ള ഒരു അയന്ത സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടായിരുന്നു. അത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ സംസ്ഥാന ഗവൺമെൻറ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാനത്തെ ജനങ്ങളോട് പറഞ്ഞതാണ്. കാഞ്ചിയാർ പഞ്ചായത്തിൽ അവശേഷിക്കുന്ന ഭൂവിഷയം, കോഴിമല വിഷയം, അതുപോലെ തന്നെ കോടാലിപ്പാറ, അതുപോലെ തന്നെ കാഞ്ചിയാർ പഞ്ചായത്ത് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ തോടിൻ്റെ അക്കര 7-ാം വാർഡ് കല്യാണത്തൊണ്ട് ഭാഗം ഏതാണ്ട് 675ഓളം വീട്ടുകാർ താമസിക്കുന്ന ഈ പ്രദേശത്ത് പട്ടയം കൊടുക്കാനുള്ള എല്ലാവിധ നടപടികളുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് മുന്നോട്ട് പോയിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ VSന്റെ ഗവൺമെൻറ്റിൻ്റെ അന്ന് മുതൽ ആ ഗവൺമെൻറ് നിൽക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഈ പ്രശ്നം ഞങ്ങൾ ഉന്നയിച്ചിരുന്നതാണ്. എന്നാൽ സമീപഭാവിയിൽ മാസങ്ങളായി ഞങ്ങൾ അതിൻ്റെ പുറകെ തന്നെയായിരുന്നു. ആ കേസ് റിസർവ് ഫോറസ്റ്റ് എന്നുള്ള നിലയിൽ കാഞ്ചിയാർ കല്യാണത്തണ്ടയിലെ ഈ 675ഓളം വീട്ടുകാർ താമസിക്കുന്ന ആ പ്രദേശം റിസർവ് ഫോറസ്റ്റ് എന്നുള്ളതാണ് സർക്കാർ രേഖയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ആ റിസർവ് ഫോറസ്റ്റ് എന്നുള്ള ആ രേഖ ബന്ധപ്പെട്ട ഈ രേഖയിൽ നിന്നും മാറ്റാനും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട നമ്മുടെ കട്ടപ്പന തഹസീൽദാർ ജീവ സാറ് ഇവിടെ പട്ടയത്തിന് അർഹമാണെന്നും അതുപോലെ തന്നെ ആ പട്ടയം ഇവിടെ കൊടുക്കണമെന്നുള്ള റിപ്പോർട്ട് കളക്ടർക്ക് കൊടുക്കുകയും കളക്ടർ അംഗീകരിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അടുത്ത ദിവസം തന്നെ ഈ കാഞ്ചിയാർ കല്യാണത്തൊണ്ട് പ്രദേശത്തെ ഇത്രയും വീട്ടുകാർക്ക് പട്ടയത്തിന് അപേക്ഷ വെക്കാനുള്ള എല്ലാവിധ സാഹചര്യവുമായിട്ടുണ്ട്. യോഗത്തിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, കട്ടപ്പന മുനിസിപ്പൽ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി, ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്, കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ബാലസിംഗ്, കാഞ്ചിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് സെലിൻ തോമസ്, വിവിധ വാർഡുകളിലെ കൌൺസിലർമാർ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്